Module 3 Advertising Research Part 3 Advantages of Measuring Effectiveness. എഫക്റ്റീവ്നെസ് മെഷർ ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് അവോയ്ഡ്സ് കോസ്റ്റ്ലി മിസ്റ്റേക്സ്. കമ്പനീസ് ആർ സ്പെൻഡിങ് ക്രോർസ് ഓഫ് റുപ്പീസ് ടു അഡ്വർടൈസ് ദെയർ പ്രോഡക്റ്റ്. നമ്മൾക്കറിയാം കോടികൾ മുടക്കിയിട്ടാണ് ഓരോ കമ്പനീസും അവരുടെ പ്രോഡക്റ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. A systematic evaluation of the effectiveness of advertising program help them to ensure that this money is not being wasted in ineffective ads. അപ്പോൾ എഫക്റ്റീവ്നെസ് ഇവാലുവേഷനിലൂടെ ഈ മുടക്കിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് വേസ്റ്റ് ആവാതെ, അതായത് ഇന്നെഫക്റ്റീവ് ആയിട്ടുള്ള ആഡുകളിൽ യൂസ് ചെയ്യാതെ എഫക്റ്റീവ് ആയിട്ടുള്ള ആഡുകൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിനു വേണ്ടി യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. Then next പറയുന്നത് help to evaluate alternative strategies. A good evaluation program help company to analyze the effectiveness and the opportunity cost of the chosen ad program. അപ്പോൾ ഒരു ഗുഡ് ഇവാലുവേഷൻ പ്രോഗ്രാം എപ്പോഴും എഫക്റ്റീവ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് അനലൈസ് ചെയ്യുകയും അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ അഡ്വർടൈസ് ചെയ്യാനായിട്ട് പല സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ പല അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ടാകും. അതിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പല ചോയ്സസിൽ ഒരു ആൾട്ടർനേറ്റീവ് സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ആൾട്ടർനേറ്റീവ് സ്ട്രാറ്റജീസ് നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് കിട്ടേണ്ട ആ ഒരു ബെനഫിറ്റ് നമ്മൾക്ക് ലോസ് ആവുകയാണ്. അവിടെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ കോസ്റ്റ് ഓഫ് മിസ്സിങ് ഓർ വേസ്റ്റിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി. ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ വേസ്റ്റ് ചെയ്യുകയാണ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ആൾട്ടർനേറ്റീവ് സ്ട്രാറ്റജി ചൂസ് ചെയ്ത് കഴിഞ്ഞു, പക്ഷേ മറ്റൊരു ആൾട്ടർനേറ്റീവ് സ്ട്രാറ്റജി അതിന് കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ആൾട്ടർനേറ്റീവ് സ്ട്രാറ്റജി യൂസ് ചെയ്യാതെ പോകുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ലോസ്, അതിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗുഡ് ഇവാലുവേഷൻ സിസ്റ്റം എപ്പോഴും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുകയും എഫക്റ്റീവ്നെസ് ആയിട്ടുള്ള ആഡുകളെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദെൻ ദിസ് ഹെൽപ്പ് കമ്പനീസ് ടു നോ ദ പൊട്ടൻഷ്യൽ പ്രോഫിറ്റ് ദാറ്റ് വുഡ് ഹാവ് കം അബൌട്ട് ഇഫ് ദേ ഹാവ് അഡോപ്റ്റഡ് ആൻ ആൾട്ടർനേറ്റീവ് പ്രോഗ്രാം ഓഫ് ആഡ്. അപ്പോൾ ഓരോ ആൾട്ടർനേറ്റീവ് സ്ട്രാറ്റജീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന റിട്ടേൺ എങ്ങനെയാണ് എന്നുള്ളത് ഈ എഫക്റ്റീവ്നെസ് ആഡിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും റിട്ടേൺ കൂടിയ ഓപ്പർച്യൂണിറ്റി ഫിക്സ് ചെയ്യാനും ബാക്കിയുള്ള ഓപ്പർച്യൂണിറ്റികളെ അവോയ്ഡ് ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നു. അപ്പോൾ ഇറ്റ് ഹെൽപ്പ് ടു ഇവാലുവേറ്റ് ആൾട്ടർനേറ്റീവ് സ്ട്രാറ്റജീസ്. പല സ്ട്രാറ്റജീസ് നമ്മളുടെ മുന്നിലുണ്ടാവും, അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യാനായിട്ട് എഫക്റ്റീവ്നെസ് അഡ്വർടൈസ്മെൻറ്റിലൂടെ സാധിക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഇൻക്രീസസ് ദ എഫിഷ്യൻസി ഓഫ് അഡ്വർടൈസിങ്. എ സിസ്റ്റമാറ്റിക് effectiveness evaluation help companies to ensure that the message the consumers are receiving from an ad program is the best. അതായത് ഓരോ അഡ്വർടൈസ്മെൻറ്റിൻ്റെയും എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഒരു എഫക്റ്റീവ്നെസ് ഇവാലുവേഷനിലൂടെ സാധിക്കുന്നു. ഇവിടെ ഓരോ കസ്റ്റമേഴ്സും റിസീവ് ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റ്സ് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് എഫക്റ്റീവ്നെസ് ഇവാലുവേഷനിലൂടെ മാത്രമേ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അഡ്വർടൈസിങ് സ്ട്രാറ്റജി ഫോമുലേറ്റ് ചെയ്യാനും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിലൂടെ മാത്രമേ കസ്റ്റമേഴ്സിലേക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് അപ്ലൈ ചെയ്യാനായിട്ടും ഒരു കമ്പനിക്ക് സാധിക്കുകയുള്ളൂ. ഇറ്റ് ഹെൽപ്പ് കമ്പനി ടു അഡോപ്റ്റ് ഇംപ്ലിമെൻറ്റ് സ്യൂട്ടബിൾ ആഡ് പ്രോഗ്രാംസ് ആൻഡ് ക്യാൻസൽ അൺപ്രൊഡക്റ്റീവ് ആഡ്സ്. ഇവിടെ പ്രൊഡക്റ്റീവ് ആഡ് എന്ന് പറയുമ്പോൾ അതിൽ കോസ്റ്റ് കുറവും പ്രോഫിറ്റ് അല്ലെങ്കിൽ റിട്ടേൺ കൂടുതലുമായിരിക്കും. അൺപ്രൊഡക്റ്റീവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കോസ്റ്റ് ആയിരിക്കും ഇൻവോൾവ് ചെയ്യുന്നത്, റിട്ടേൺ കുറവായിരിക്കും, അല്ലെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല, അങ്ങനെ തന്നെ പറയാം. റിട്ടേൺ ഇല്ലാത്ത അഡ്വർടൈസ്മെൻറ്റ്സ്, അതായത് ഇന്നെഫക്റ്റീവ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സിനെയാണ് അൺപ്രൊഡക്റ്റീവ് അഡ്വർടൈസ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ക്യാൻസൽ ചെയ്യാനും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് സെലക്ട് ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ദെൻ ഫോർത്ത് പോയിൻ്റ് ആണ് ഇറ്റ് ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് കസ്റ്റമർ റിയാക്ഷൻ. A good evaluation program help companies to analyze customer reaction to an ad and its effect on sales and image of a company. അപ്പോൾ ഒരു ഗുഡ് അഡ്വർടൈസ്മെൻറ്റ് ഇവാലുവേഷൻ പ്രോഗ്രാം, അതായത് എഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ പ്രോഗ്രാമിലൂടെ എങ്ങനെയാണ് കസ്റ്റമേഴ്സിലേക്ക് ആ പ്രൊഡക്റ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് റീച്ച് ചെയ്തിരിക്കുന്നത്, ആ മെസ്സേജ്
കറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണോ അല്ലെങ്കിൽ അഡ്വർടൈസേഴ്സ് ഉദ്ദേശിച്ച ആ രീതിയിൽ തന്നെയാണോ പോസിറ്റീവായിട്ടാണോ അത് കസ്റ്റമേഴ്സിനെ എഫക്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കും. പോസിറ്റീവ് എഫക്റ്റ് ആണ് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ അവിടെ സെയിൽസിൽ ഇൻക്രീസ് ഉണ്ടാവും, അതുപോലെ തന്നെ കമ്പനിയുടെ പ്രോഫിറ്റിലും ചേഞ്ചസ് ഉണ്ടാവും. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പ്രോപ്പർ മോണിറ്ററിങ്. എ ഗുഡ് ഇവാലുവേഷൻ പ്രോഗ്രാം ഹെൽപ്പ് കമ്പനി ടു പ്രോപ്പർലി മോണിറ്റർ ദ അഡ്വർടൈസിങ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഒരു ഗുഡ് ഇവാലുവേഷൻ സിസ്റ്റം എപ്പോഴും കമ്പനീസിന് അവരുടെ അഡ്വർടൈസിങ് സ്ട്രാറ്റജീസിനെ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. ദെൻ ഇറ്റ് ക്ലോസ്ലി എക്സാമിൻസ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ആൻ അഡ്വർടൈസിങ് ക്യാമ്പയിൻ. ഒരു അഡ്വർടൈസിങ് ക്യാമ്പയിനിലെ എല്ലാ ആസ്പെക്ട്സിനെയും എല്ലാ എലമെൻസിനെയും ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് അഡ്വർടൈസ്മെൻറ്റ്സിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കാനും എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാനും ഇതിലൂടെ സാധിക്കും. ദെൻ നെക്സ്റ്റ്, ഈ അഡ്വർടൈസിങ് എഫക്റ്റീവ്നെസ് മെഷർ ചെയ്യുന്നത് കൊണ്ടുള്ള കുറച്ച് ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ കൺസ്ട്രെയിൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, കോസ്റ്റ് മെഷർമെൻറ്റ്. ദ മോസ്റ്റ് കോമൺ റീസൺ ദാറ്റ് കമ്പനീസ് പ്രൊവൈഡ് ഫോർ നോട്ട് മെഷറിംഗ് their advertisement effectiveness is the cost of conducting the measurement program. അതായത് മേജർ കമ്പനീസും ഇങ്ങനെയുള്ള എഫക്റ്റീവ്നെസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കോസ്റ്റ് മുടക്കാൻ ചാൻസ് കുറവാണ്. കാരണം അങ്ങനെയുള്ള ഓരോ പ്രോഗ്രാംസിന് മുടക്കുന്ന കോസ്റ്റ് കൊണ്ട് കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള ആഡുകൾ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് ഒരു വേസ്റ്റേജ് ഓഫ് മണി ആയിട്ടാണ് അഡ്വർടൈസേഴ്സ് അല്ലെങ്കിൽ കമ്പനീസ് കാണുന്നത്. മോസ്റ്റ് കമ്പനീസ് ബിലീവ് ദാറ്റ് ദ മണി സ്പെൻഡ് ഫോർ മെഷറിംഗ് ദ അഡ്വർടൈസ്മെൻറ്റ് എഫക്റ്റീവ്നെസ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് മോർ അഡ്വർടൈസ്മെൻറ്റ്സ് ഓർ ഇംപ്രൂവിംഗ് ദെയർ പ്രോഡക്ട്സ്. അപ്പോൾ എഫക്റ്റീവ്നെസ് മെഷർമെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആ മണി കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക എന്നുള്ളതാണ് കമ്പനീസ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അഡ്വർടൈസ്മെൻറ്റ് എഫക്റ്റീവ്നെസ് മെഷർമെൻറ്റ് അഡ്വർടൈസ്മെൻറ്റിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ അഡ്വർടൈസ്മെൻറ്റിനെയും മെഷർ ചെയ്തിട്ട് അതിൻ്റെ എഫക്റ്റീവ്നെസ് അനുസരിച്ച് മാത്രം അത് കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. പക്ഷേ അതിൻ്റെ കോസ്റ്റ് കൊണ്ട് മാത്രം, അതായത് ഹ്യൂജ് കോസ്റ്റ് അതിൽ മുടക്കേണ്ടി വരും, അതുകൊണ്ട് മാത്രം ഇത് ചെയ്യാത്ത കമ്പനീസ് ഉണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഡിസഗ്രിമെൻറ്റ്സ് ഓൺ വാട്ട്, വെൻ ആൻഡ് വെയർ ടു ടെസ്റ്റ്. Disagreements are very common in evaluation programs while determining what, where and when to measure the effectiveness of advertising program. അപ്പോൾ അടുത്തൊരു ലിമിറ്റേഷൻ വരുന്നത് എന്താണ് മെഷർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ. അപ്പോൾ അതിൽ കമ്പനീസിലെ ഓരോ പാർട്ടീസും അഡ്വർടൈസേഴ്സും കമ്പനീസും തമ്മിൽ വരുന്ന ഒരു ഡിസഗ്രിമെൻറ്റ്സ് ആണ് ഇതിൽ മറ്റൊരു ലിമിറ്റേഷനായിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് പ്രോബ്ലംസ് ഇൻ ടെസ്റ്റിംഗ്. There are various methods in practice to measure the effectiveness of advertising. All these methods have their own merits and demerits. അപ്പോൾ പല ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്. എഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പല മെത്തേഡ്സ് ഉണ്ട്. അത് വരുന്നുണ്ട് അടുത്ത മെത്തേഡ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സിൽ വരുന്നുണ്ട്. അപ്പോൾ ഓരോ ഈ പറഞ്ഞ അഡ്വർടൈസ്മെൻറ്റ് മെത്തേഡ്സിനും ഓരോ മെറിറ്റ്സും ഉണ്ട്, അതുപോലെ തന്നെ അതിനനുസരിച്ച് ഡിമെറിറ്റ്സും ഉണ്ടാകും. Then a method suitable for evaluating an ad may not be suitable for another. അപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന ഈ മെത്തേഡ് ഓഫ് മെഷർമെൻറ്റ് ചിലപ്പോൾ മറ്റൊരു അഡ്വർടൈസ്മെൻറ്റിന് സ്യൂട്ടബിൾ ആയിരിക്കണമെന്നില്ല. ദെൻ സെലക്ടിങ് ആൻ അപ്രോപ്രിയേറ്റ് മെത്തേഡ് ഇസ് എ ക്രൂഷ്യൽ ഇഷ്യൂ ഫേസ്ഡ് ബൈ കമ്പനീസ്. അപ്പോൾ കമ്പനീസ് ഫേസ് ചെയ്യുന്ന മറ്റൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഒരു അഡ്വർടൈസ്മെൻറ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഈ ടെസ്റ്റിംഗ് പ്രോഗ്രാം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഇഷ്യൂ. Then effectiveness measurement is not a critical work. It requires the service of expert in the field. In some cases, evaluation program can be very complicated. അപ്പോൾ എഫക്റ്റീവ്നെസ് മെഷർമെൻറ്റ് ഒരു ക്രിട്ടിക്കൽ വർക്കല്ല, പക്ഷേ അതിൽ വരുന്ന എക്സ്പേർട്ട്, അതായത് ആ ഒരു എഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിൽ അതിൻ്റെ എക്സ്പേർട്ടിനെ തന്നെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവാലുവേഷൻ എന്നുള്ളത് ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. ദെൻ അടുത്തത് വരുന്നത് ടൈം ഇൻറ്റൻസീവ് പ്രോഗ്രാം. മെഷർമെൻറ്റ് ഓഫ് എഫക്റ്റീവ്നെസ് ഓഫ് ആൻ ആഡ് ഇസ് നോട്ട് ആൻ ഈസി ആൻഡ് സിമ്പിൾ പ്രോസസ്സ്. അപ്പോൾ എഫക്റ്റീവ്നെസ് മെഷർ ചെയ്യുക എന്നുള്ളത് ഒരു സിമ്പിൾ പ്രോസസ്സ് അല്ല, അല്ലെങ്കിൽ ഒരു സിമ്പിൾ ടാസ്ക് അല്ല. ഇറ്റ് ഈസ് എ ലെങ്തി ആൻഡ് ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്. നമുക്കറിയാം എഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ
ഒരു അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ അത് കസ്റ്റമേഴ്സിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, കസ്റ്റമേഴ്സ് ഏത് രീതിയിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അതുപോലെ എന്താണ് സെയിൽസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, എന്തൊക്കെ ചേഞ്ചസാണ് ഡിമാൻഡിൽ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇതൊരു ലെങ്തി ആൻഡ് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. The decision maker have to wait for long in order to get the result of effectiveness test. അപ്പോൾ എഫക്റ്റീവ്നെസ് ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടുക എന്നുള്ളത് വളരെ ഡിലേ ഉള്ള ഒരു ആക്ടിവിറ്റിയാണ്. ദിസ് കോസസ് ഡിലേ ഇൻ മേക്കിംഗ് ഇമ്പോർട്ടൻറ്റ് അഡ്വർടൈസിങ് ഡിസിഷൻസ്. അപ്പോൾ ആ എഫക്റ്റീവ്നെസ് മെഷർമെൻറ്റ് അതിൻ്റെ റിസൾട്ട് കിട്ടുന്ന ആ ഒരു ഡിലേ അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് ഡിസിഷൻസിലും ഡിലേ ഉണ്ടാക്കുന്നു. അപ്പോൾ ഫുൾ അഡ്വർടൈസിങ് പ്രോസസ്സിനെ ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. The next one is objection of creativity. An important rule of advertising is that the more creative the ad, more likely it is to be successful. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് എത്രത്തോളം ക്രിയേറ്റീവ് ആകുന്നോ അത്രത്തോളം അത് സക്സസ്ഫുൾ ആയിരിക്കും. Sometimes advertising agencies may differ with effectiveness testing because of the feeling that the test used for measuring the effectiveness may interface with their creativity and reduces their freedom in creative designing of advertisements. ഇവിടെ പറയുന്നത് ഓരോ അഡ്വർടൈസ്മെൻറ്റും ക്രിയേറ്റ് ചെയ്യുന്ന ആ പ്രൊഫഷണൽസ് അവരുടേതായ ഐഡിയാസും ക്രിയേറ്റിവിറ്റിയും വെച്ചിട്ടാണ് ആ അഡ്വർടൈസ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ എഫക്റ്റീവ്നെസ് ടെസ്റ്റിങ്ങിൽ വരുന്ന റിസൾട്ട് അവരുടെ ആ ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഫ്രീഡത്തിന് ബാഡായിട്ട് എഫക്റ്റ് ചെയ്യുന്നു. അതായത് എഫക്റ്റീവ്നെസ് ടെസ്റ്റിൻ്റെ റിസൾട്ട് അനുസരിച്ച് നമ്മൾക്ക് അവരുടെ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് അവരുടെ അഡ്വർടൈസ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ക്രിയേറ്റിവിറ്റിയെയും അതുപോലെ തന്നെ ആ ഡിസൈനിങ് എഫേർട്ടിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ദ സക്സസ് ഓഫ് ആൻ ആഡ് ഇസ് ഹൈലി ഡിപ്പെൻഡൻറ്റ് ഓൺ ക്രിയേറ്റിവിറ്റി. നമുക്കറിയാവുന്നതാണ് ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ള അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കും ഏറ്റവും സക്സസ് ആവുന്നത്. സോ ക്രിയേറ്റിവിറ്റി എന്നുള്ളത് ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻറ്റാണ്. Therefore, anything that reduces the creativity of advertising also reduces the chance of success. ഈ ക്രിയേറ്റിവിറ്റിയെ റെഡ്യൂസ് ചെയ്യുന്ന എലമെൻറ്റ്സ് ആ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ സക്സസ്സിനെയും റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു റീസൺ ആകുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അഡ്വർടൈസ്മെൻറ്റ്സിനെ കുറിച്ച് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.